Okay, Divya, good morning. Good morning, sir. Okay, Gina, good morning. Okay, Joshni, John C, good morning. Okay, Raswan, good morning. Good morning, sir. Okay, Nitya, good morning. Good morning, Okay, Sahadona, good morning. Okay, look at Michelle, let us start. Okay, Javili, let us start. sir. Yes, sir. Okay. Okay, Kadot. 3 minutes നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും വരണമെങ്കിൽ വരട്ടെ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് പയ്യെ ആരംഭിക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ളവർ എത്തുമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് നമ്പർ 3-ല് വെർബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ആ വെർബ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വെർബുകളെ കുറിച്ച് പഠിച്ചു. ആ വെർബുകളെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു വെർബിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. മെയിൻ വെർബ് എന്നും പറയാം, ഹെൽപ്പിംഗ് വെർബ് എന്നും പറയാം എന്ന് പറഞ്ഞു. മെയിൻ വെർബിനെ തന്നെ വീണ്ടും റെഗുലർ വെർബായിട്ടും ഇറഗുലർ വെർബായിട്ടും വിഭജിക്കാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് വെർബിനെ വീണ്ടും പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്നും മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്നും വിഭജിക്കാമെന്ന് പറഞ്ഞു. റെഗുലർ വെർബായിട്ട് വരുന്ന വാക്കുകൾ വെർബുകൾ ഏതൊക്കെയാണ്, ഇറഗുലർ വെർബുകളായിട്ട് വരുന്ന വെർബുകൾ ഏതൊക്കെയാണ്, പ്രൈമറി ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്ന വെർബുകൾ ഏതൊക്കെയാണ്, മോഡൽ ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്ന വെർബുകൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത്. സഹതോണ, ആം ഐ റൈറ്റ്? Yes, sir. ഓക്കെ, വെരി ഗുഡ്. സഹതോണ പറഞ്ഞ പിന്നെ അതിൻ്റെ അത് അപ്പീലില്ല. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓക്കെ ദിവ്യ, അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിന്റെ ഒരു കുറച്ച് ബാലൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അത് ഈ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ പറഞ്ഞില്ലേ, ഈസ്, ആം, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, ഇതെല്ലാം എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് വിവിധ ടെൻസുകളിലാണ് ആ വെർബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, വിവിധ ടെൻസുകളിൽ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനൊപ്പം അതിനെ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ടെൻസ് എന്താണ് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാനായിട്ട് എല്ലാം എവിടെയാണ് ഈസ് വരുന്നത്, എവിടെയാണ് ഹാസ് വരുന്നത്, എവിടെയാണ് ഹാവ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് വരും. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്തിന്റെ ഒരു കഷ്ണം കൂടി ഇതിനകത്ത് കയറി വരും. അപ്പൊ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹെൽപ്പിംഗ് വെർബും അതിന്റെ കൂടെ ടെൻസ് കൂടി പറയുമ്പോൾ രണ്ടും കൂടി ആവും. അപ്പൊ ആ ഒരു പ്രശ്നം ക്ലിയർ ആണ്. അപ്പൊ നിങ്ങള് ഒരു ഹെഡിങ് എഴുതിക്കോ, ടെൻസ്, TENSE, ടെൻസ്
ഫോംസ്, FORMS, ടെൻസ് ഫോംസ്. ടെൻസ് ഫോംസ്. ഓക്കെ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ടെൻസ് ഫോംസ് അങ്ങനെ ഹെഡിങ് കൊടുത്തു. ഇനി നമുക്ക് റിലാക്സ് ചെയ്തിട്ട് വിഷയത്തിലോട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇംഗ്ലീഷിൽ നമുക്കറിയാം കുറച്ച് ടെൻസിന്റെ ഫോംസ് ഉണ്ട്. ടെൻസ് ഫോം. ആ ടെൻസിന്റെ ഫോമിൽ മാത്രമേ ഓരോ വാചകങ്ങൾ എഴുതാൻ പറ്റും. അതല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റില്ല. അപ്പൊ ടെൻസ് എന്താണെന്നും ഓരോ ടെൻസിന്റെ അർത്ഥവും വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അനായാസമായിട്ട് പറയാനും പറ്റും, എഴുതാനും പറ്റും. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വീണ്ടും നമുക്കറിയാം ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാലങ്ങളുണ്ട്. 3 ടെൻസ് പറയും. ടെൻസ് ഫോം വേറെയായിട്ടാ, ഇത് വെർബിന്റെ ഒരു ടെൻസ്. അപ്പൊ ആ 3 ടെൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, അടുത്തത് പാസ്റ്റ് ടെൻസ് ആണ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പ്രസന്റിനെയും പാസ്റ്റിനെയും പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയും വേറെ ചില പേരുകളൂടെ അറിയപ്പെടും. V1, V2, V3. വെർബിന്റെ ഒന്നാമത്തെ ഫോം, വെർബിന്റെ രണ്ടാമത്തെ ഫോം, വെർബിന്റെ മൂന്നാമത്തെ ഫോം, അങ്ങനെയും പറയാറുണ്ട്. പഴയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പഴയ കാലഘട്ടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ V3 ഒക്കെ ഇന്നലെ പറയുന്നത് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ പാർവതി, Yes, sir. how are you? I am fine. Allah. I am not fine. ഓക്കെ ഓക്കെ ഓക്കെ. പാർവതി ഇതിലെ ഫോട്ടോ കാണുമ്പോൾ വളരെ ഫൈൻ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ Suffering from fever. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, സിമ്പിൾ. അങ്ങനെ ഫീവറിന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കില്ല, വളരെ സിമ്പിൾ. അതായത് നമുക്കറിയാം പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, പോവുക. വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, പോയി. ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഈ ഗോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പോകും. പോകും. അപ്പൊ സഹതോണ ഓണ ഫ്രണ്ടായിട്ട് പാർവതിയെ സഹായിച്ചിട്ടുണ്ട്, പോകും. ഇനി അത് തന്നെയാണെങ്കിൽ സഹതോണക്ക് പറയാം, അല്ല പാർവതിക്ക് പറയാം. ഓക്കെ, ഐ അഗ്രി വിത്ത്. സോറി സാർ. പോയിരുന്നു ആണോ സാർ? പോയിരുന്നു. കൊള്ളാലോ. വീഡിയോ എന്നോട് ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ വെരി ഗുഡ് വെരി ഗുഡ്. പാർവതി പറയൂ, പാർവതിക്ക് എന്ത് തോന്നുന്നത്? ഈ പനിയുടെ കരാളാവസ്ഥകളിൽ നിന്നുകൊണ്ട് പാർവതിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണെന്ന് പറയാം. പോകും, പോയി, പോയിരുന്നു, അങ്ങനല്ലേ? പോകും, പോയി, പോയിരുന്നു. ഗോ പോവുക, വെന്റ് പോയി, ഗോൺ എന്നുള്ളതിന്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. കടവത്ത് വീണ്ടും ഒരു ഹെൽപ്പായിട്ട് വരുന്നുണ്ട്. ഒരാള് പോകും എന്ന് സഹതോടെ പറഞ്ഞപ്പോ പോയിട്ടുണ്ട് എന്നാക്കിയിട്ടുണ്ട് കടവത്ത്. യെസ്. ഇനി അന്ന റോയി പറയുന്നു പോകും, റിസ്വാന പറയുന്നു പോയി. യെസ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ സാധാരണഗതിയിൽ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 3 കാലങ്ങൾ, 3 ടെൻസ് പറയും. ഒന്ന് പ്രസന്റ്, ഒന്ന് പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ 3 എണ്ണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടെൻസിന്റെ ഫോം ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ടെൻസിന്റെ ഫോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈമറി ആയിട്ട് ഒരു നാട്ടുനടപ്പനുസരിച്ച് ഞാൻ എന്താണ് ടെൻസ് എന്ന് പറഞ്ഞത് പോയത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിഷയത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയില്ലോ, വെറുതെ നമുക്കൊരു പിന്നീട് അങ്ങനെ ഗുണം ചെയ്യും. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിന് 3 ഹെഡിങ് എഴുതും. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ ഒരു വാക്ക് എഴുതുക. ഗോ, വെന്റ്, ഗോൺ. ഗോ, വെന്റ്, ഗോൺ. അതിന്റെ അടിയിൽ വേറൊരു വാക്ക് എഴുതുക. ടേക്ക്, ടുക്ക്, ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ.
അതിന്റെ അടിയിൽ അടുത്തൊരു വാചകം എഴുതുക. അത് CUT, കട്ട് കട്ട് കട്ട്, മൂന്നും കട്ട്, പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടുന്നുണ്ട്. അതിന്റെ അടിയിൽ അടുത്തത് പറഞ്ഞുകൊണ്ട് എഴുതുക LOOK, ലുക്ക്, പാസ്റ്റ് ടെൻസ് ലുക്ഡ്, LOOKED, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ്, LOOKED, ലുക്ഡ്. ഓക്കെ, അത് പഠിക്കാനല്ല, അതവിടെ ഇരുന്നോട്ടെ, കാരണം ഇനി അങ്ങനെ പോകുമ്പോൾ അതിനകത്ത് ആവശ്യം വരും. അപ്പൊ ആ സമയത്താണ് അതവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ടെൻസ് ഫോമിലോട്ട് വരാം. ടെൻസ് ഫോമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് അതിന്റെ സൈഡായിട്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ നേരത്തെ പറഞ്ഞത് ഞാൻ ഫില്ല് ചെയ്തില്ല. ഗോ, വെന്റ്, ഗോൺ. ഗോൺ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് നമ്മൾ ചോദിച്ചത്. അതിൻ്റെ അകത്ത് ഈ ഗോൺ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ വെർബിന്റെ മൂന്നാമത്തെ ഫോമില് നമുക്കൊരു അർത്ഥം പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി ചേർന്ന് നിൽക്കുമ്പോഴേ നമുക്ക് അതിന്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ വെർബിന്റെ മൂന്നാമത്തെ. ഒരാൾ പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറയും, പോകും എന്നുള്ളതിന് നമ്മൾ എഴുതിയിട്ടുള്ള ഈ പ്രസന്റ് ടെൻസ് ഇല്ലേ, അതിന്റെ തൊട്ട് മുന്നിൽ വില്ലെന്ന് ചേർത്ത് അർത്ഥം. വിൽ ഗോ, പോകും. വിൽ ടേക്ക്, എടുക്കും. വിൽ കട്ട്, മുറിക്കും. വിൽ ലുക്ക്, നോക്കും. വില്ല് ചേർക്കുമ്പോൾ അത് ഫ്യൂച്ചറായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ നമുക്കൊരു അർത്ഥം അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബ് വന്ന് ചേരണം. ഈ സാമാറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ വന്ന് ചേരുമ്പോൾ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടൊരു അർത്ഥം അത് കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ, ഇത് അങ്ങനെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻസിന്റെ ഫോമിനെ കുറിച്ചാണ്. അതില് ഒന്നാമത്തെ ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഹെഡിങ് ആയിരിക്കും സിമ്പിൾ പ്രസന്റ്. SIMPLE, സിമ്പിൾ, PRESENT, പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് അല്ലാണ്ട് ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ, ഇനി നമുക്ക് അത് വിട്ടേ, ഇങ്ങോട്ട് വരും. യെസ്, അപ്പൊ അത് വിട്ടു. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഇഷ്ടം പോലെ വാചകങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പല രീതിയിലുള്ള പരസ്യ വാചകങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഇത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ടെൻസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. ഓക്കെ, ഏത് ടെൻസ് എഴുതിയിരിക്കുന്നത്, അപ്പൊ ഏതൊക്കെ ടെൻസിന്റെ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞെങ്കിൽ നമുക്ക് എന്താണ് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. സിമ്പിൾ പ്രസന്റ്. ഞാൻ ഏറ്റവും ആദ്യം നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഇംഗ്ലീഷിലോട്ട് അയക്കി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തി എഴുതുന്നു, വെർബ്, അല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം മൂന്നാമത്, പിന്നെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം നാലാമത്, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം അഞ്ചാമത്, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ആറാമത്. ഈ ക്രമം നമ്മൾ പറഞ്ഞിരുന്നു, SVOMPT. ഓക്കെ, പഴയകാല ഓർമ്മകളിൽ എവിടെയെങ്കിലും തുടക്കി കിടപ്പുണ്ടാകും. യെസ്, അതില് നമ്മളെ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടെൻസ് ഏതാണെന്ന് അറിയാൻ പറ്റും. സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞാൽ ടെൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം, ഏത് വാചകം നമ്മൾ എഴുതി കഴിഞ്ഞാലും അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരോ, അല്ലെങ്കിൽ ഞാനെന്നോ, ഞങ്ങളെന്നോ, അവനെന്നോ, നിങ്ങളെന്നോ, നീയെന്നോ, അവരെന്നോ, അങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടാവും. അതിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഇവര് ചെയ്ത ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. കുടിച്ചെന്നോ, കിടന്നുവെന്നോ, ഇരുന്നുവെന്നോ, പഠിച്ചുവെന്നോ, പഠിപ്പിച്ചുവെന്നോ, എന്തെങ്കിലും സംഗതി. ബാക്കിയും കുറെ കാര്യങ്ങളിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നമ്മൾ വിട്ടു. നമുക്ക് ഇവിടെ ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് ഈ രണ്ടും മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അത് നമ്മൾ വിട്ടു. യെസ്, ഞാനിപ്പോ ഇവിടെ ഒരു വാചകം പറയുന്നു. ഐ
ഗോ ടു ഡൽഹി. ഐ ഗോ ടു ഡൽഹി എന്ന് ഞാൻ വാചകം പറയാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ തന്നിരിക്കുന്ന വാചകത്തിൽ ഐ സബ്ജക്റ്റ് ആണ്. ഗോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 3 ടെൻസ് ചെയ്തില്ലേ? പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിൽ ഏതിന്റെ കീഴിൽ വരുന്നതാണ്? പ്രസന്റിന്റെ കീഴിൽ വരുന്നതാണ് അല്ലെ? അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. ബാക്കിയുള്ളത് ഡൽഹി വരാനൊന്നും നോക്കണ്ട, സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഗൗരി പ്രിയ, ഗൗരിയുടെ ഓർമ്മയിലുള്ള ഒരു സിമ്പിൾ പ്രസന്റ്, ഒരു സബ്ജക്റ്റും ഒരു വെർബിന്റെ പ്രസന്റേഷൻ പറഞ്ഞു ഏതെങ്കിലും ഉണ്ടോ? I cut the vegetables. ഐ കട്ട് ദ വെജിറ്റബിൾ. വെരി ഗുഡ്. പ്രസന്റ്. അപ്പൊ ഇവിടെ കട്ട് 3 എണ്ണം കിടപ്പുണ്ട്. പ്രസന്റ് കിടപ്പുണ്ട്, പാസ്റ്റ് കിടപ്പുണ്ട്, പാസ്റ്റ് 3ഉം കട്ടാണ്. അപ്പൊ ഓക്കെ, ഏതായാലും ഞാൻ ഗൗരിയോട് ചോദിച്ചപ്പോൾ വന്നതുകൊണ്ട് സഹതോണ, യെസ് സർ. ഇവിടെ ഈ ഗൗരി ഉപയോഗിച്ചിരിക്കുന്ന കട്ട് പ്രസന്റ് ടെൻസിലുള്ള കട്ടാണ്, പാസ്റ്റ് ടെൻസിലുള്ള കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളുള്ള കട്ടാണ്? പ്രസന്റ് ടെൻസിലുള്ള കട്ട്. എങ്ങനെ മനസ്സിലായി? പാസ്റ്റ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നെങ്കിൽ വിൽ കട്ട് വന്നേനെ. പാസ്റ്റ് ആയിരുന്നെങ്കിൽ ഐ പാസ്റ്റ് ആയിക്കൂടെ എന്നാണ് ചോദിച്ചത്. ഗൗരി പറയുന്നു, ഗൗരി മനസ്സിൽ വിചാരിച്ചത് ആദ്യത്തെ കട്ടിനാണ് പ്രസന്റ് ടെൻസ് ആണ് പറയുന്നത്. നമുക്ക് അങ്ങനെ മനസ്സിലായി. ഇത് ഞാൻ നേരത്തെ ചോദിക്കും, എന്റെ മനസ്സറിഞ്ഞ പോലെയുണ്ട് ഗൗരി ചോദിച്ചത്. ഞാനിത് നേരത്തെ എടുത്തിടാൻ പോയതുകൊണ്ട് വാചകം യെസ്, ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചപ്പോ ഗൗരി അത് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയിക്കൂടെ. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വെർബില്ലേ, അവിടെ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ഇത് ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കാരണം 3ഉം ഒരുപോലെ അല്ലേ. അപ്പോ സഹതോടെ അഭിപ്രായം പറഞ്ഞേക്കാം. പാസ്റ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഐ വാസ് കട്ട് ദ വെജിറ്റബിൾ എന്നായേനെ. ഐ വാസ് വന്നേനെ അല്ലേ? വാസ് വന്നേനെ. ഇതിപ്പോ ഐ കട്ട് ദ വെജിറ്റബിൾ അല്ലേ? അപ്പൊ പ്രസന്റ് ടെൻസ് നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ സഹതോടെ അതിനൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ശ്രീലക്ഷ്മി, എന്ത് തോന്നുന്നു ശ്രീലക്ഷ്മിക്ക്? സഹതോടെ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ശ്രീലക്ഷ്മിക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ പാസ്റ്റ് ആയിരുന്നെങ്കിൽ ആ സെന്റൻസിൽ പാസ്റ്റിനെ കാണിക്കുന്ന എന്തെങ്കിലും വന്നേനെ. ഇപ്പൊ യെസ്റ്റർഡേന്നോ അങ്ങനെ എന്തെങ്കിലും. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. സെറ്റ്. വെരി ഗുഡ്. ഓട്ടെ, അതൊരു കാര്യമാണ് പറഞ്ഞത്. പാസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഗൗരി പറയുമ്പോ പറഞ്ഞേനെ ഐ കട്ട് വെജിറ്റബിൾ യെസ്റ്റർഡേ. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ ഉപയോഗിച്ചേക്കുന്ന പാസ്റ്റ്, കാരണം അവിടെ യെസ്റ്റർഡേ വന്നിട്ടുണ്ട്. ഇനി ഈ ഗൗരി പറഞ്ഞ ഇതേ വാചകം തന്നെ പറയാം, ഐ കട്ട് വെജിറ്റബിൾ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും വെജിറ്റബിൾ കട്ട് ചെയ്യാറുണ്ട്. വീട്ടിൽ എന്നും പച്ചക്കറിയാണ്, അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? കട്ട് ചെയ്യാറുണ്ട്. ഐ കട്ട് വെജിറ്റബിൾസ് ഡെയിലി അല്ലെങ്കിൽ എവരിഡേ. അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. കാരണം ഒരു സംഗതി കിടപ്പുണ്ട്, ഡെയിലി, നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഹാബിറ്റ് പോലെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രസന്റ് ടെൻസിൽ പറ്റും. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 മണിക്ക് എഴുന്നേൽക്കുന്നത് എന്റെ സ്വഭാവമാണെന്ന്. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിരിക്കും അല്ല, അതാണ് ഐ ഗെറ്റ് അപ്പ്. ഗെറ്റ് പ്രസന്റ് ടെൻസ് ആണ്. ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ക്യാരക്ടറാണ്. നേരെ മറിച്ച് ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock എന്നാണ് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളല്ല. ഇന്ന് എനിക്ക് എവിടെയോ പോകാനുണ്ട്, അപ്പൊ അതിന്റെ പേര് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. അത് കാരണം ഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. പക്ഷെ സ്ഥിരം ഞാൻ എഴുന്നേൽക്കുന്ന വേറെ ടൈമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാളുടെ സ്വഭാവമല്ല. നേരെ മറിച്ച് ഒരു പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്ഥിരം ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം സഹതോണ ഓക്കെ, ഗൗരി ഓക്കെ, ശ്രീലക്ഷ്മി ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും വരാം. അപ്പൊ ഞാനിവിടെ എഴുതിയ വാചകം എന്താണ്? ഐ ഗോ ടു ഡൽഹി. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, ഗോ പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ
ആ വാചകങ്ങളെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നാണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ നിങ്ങൾ ആ സിമ്പിൾ പ്രസന്റ് എഴുതിയേക്കുന്നതിന്റെ താഴെ എഴുതുക എസ് പ്ലസ് വി, എസ് പ്ലസ് വി. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വി എന്ന് പറഞ്ഞാൽ വെറുതെ അതിന് ഷോർട്ടായിട്ട് എഴുതിയത് എസ് പ്ലസ് വി ബ്രാക്കറ്റില്, വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ്, വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. അപ്പൊ എന്താണത്? സിമ്പിൾ പ്രസന്റ് ആണ്. നിങ്ങൾ കുറച്ച് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എഴുതി നോക്കാം, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും. അത് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹെഡിങ് അതാണ് സിമ്പിൾ പാസ്റ്റ്. രണ്ട്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, PAST പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആയ വാചകം ഞാൻ പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ വാചകം ഞാൻ എടുക്കുകയാണ്. ജീന, ഓക്കെ, ഒരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ വാചകം പറയണം. ഐ വെന്റ് ടു ഡൽഹി. ഐ വെന്റ് ടു ഡൽഹി. അപ്പൊ ഐ എന്ന് പറയുമ്പോൾ എന്താണ് ജീന? സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആണ്. വെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പോയി എന്നുള്ളത് ഒരു പ്രവൃത്തിയല്ല, ഞാൻ ചെയ്ത പ്രവൃത്തിയല്ലേ പോയി എന്നുള്ളത്. ഓക്കെ, അപ്പോ ആ വെർബിന്റെ ടെൻസ് ഏതാണ്? പാസ്റ്റ്. പാസ്റ്റ്. അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞപ്പോ സിമ്പിൾ പ്രസന്റ് വെർബ് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ഉപയോഗിച്ചു. ഇവിടെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും വാചകങ്ങൾ കാണുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് പ്രസന്റ് ടെൻസ് ആണല്ലോ. അപ്പൊ ഈ വാചകം എഴുതിയേക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അല്ല, ഇത് പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പൊ ഈ വാചകം എഴുതിയേക്കുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. രേഷ്മ, ഇതാണ് കുഴപ്പം. വിളിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കിട്ടൂല. കടമത്തെ, ഓക്കെ, സിമ്പിൾ പാസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ വേറെ പറഞ്ഞു. I went to school. സബ്ജക്റ്റ് പറയുന്ന പാസ്റ്റ് കേട്ടോ. ഓക്കെ, പറഞ്ഞു. ഐ went to school. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞത് വിട്. വെന്റ് വേണ്ട, വേറെ വിട്. I ate breakfast. കറക്റ്റ്. ഈറ്റ് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റിനാണ്. കണ്ടാ? അപ്പൊ ലജിന പറയുന്നു ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ എന്നുള്ളൊരു ഹീ എന്ന് കൊടുത്താലും മതി, എന്ന് കൊടുത്താലും മതി. അവർ തിന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം മൈ ഹസ്ബൻഡ് എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എന്റെ ഭർത്താവ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മൈ ചിൽഡ്രൻ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അല്ല, അപ്പൊ മൈ ചിൽഡ്രൻ ഉള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നു. അപ്പോ ഇപ്പൊ ഇതിനകം സിമ്പിൾ പാസ്റ്റിന്റെ താഴെ എഴുത് എസ് പ്ലസ് വി ബ്രാക്കറ്റിലെ പാസ്റ്റ് ടെൻസ്. എസ് പ്ലസ് വി ബ്രാക്കറ്റിലെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് മൂന്നാമത് സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE, സിമ്പിൾ ഫ്യൂച്ചർ. FUTURE, ഫ്യൂച്ചർ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ പറയുകയാണ്. ഐ വിൽ ഗോ ടു ഡൽഹി. ഞാൻ ഐ ഗോ ടു ഡൽഹി പറഞ്ഞു, ഐ വെന്റ് ഡൽഹി പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നു ഐ വിൽ ഗോ ടു ഡൽഹി. ഐ വിൽ ഗോ ടു ഡൽഹി. അഫ്നാമോൾ ആ പാർവതിയൊക്കെ പനിയാണെങ്കിലും
ഓടി വന്നു. അത് ഞാൻ വെറുതെ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞാണ്. ഏതായാലും പാർവതി വന്നതല്ലേ, വന്നു കഴിഞ്ഞാൽ വെറുതെ പോണ്ട. ഓക്കെ, പാർവതി. യെസ്. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞു ഐ വിൽ ഗോ ടു ഡൽഹി എന്ന് പറഞ്ഞു. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ എന്താണത്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആണ്. ഗോ എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? ഗോ പ്രസന്റ് ടെൻസ്. ടെൻസ് ആണ്. അപ്പൊ നോക്കിയേ, സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ പ്രസന്റ് ടെൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ശരിക്കും സിംഗിൾ പ്രസന്റ് അല്ലേ? അതല്ലേ? ഗോക്ക് മുന്നേ വില്ല് വന്ന കാരണം ഫ്യൂച്ചറിലേക്ക് പോലും. വെരി ഗുഡ്. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് തൊട്ട് മുന്നിലൊരു വില്ല് കിടപ്പുണ്ട്. വില്ല് എന്നുള്ളതിന് പകരം ഷാലായാലും കുഴപ്പമില്ല, ഷാലാവാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വില്ലോ ഷാലോ വന്നതിന് ശേഷമേ പ്രസന്റ് ടെൻസ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനേത് പറയുന്നു? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നു, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയാം, ഐ വിൽ ഗോ ടു ഡൽഹി. അല്ലെങ്കിൽ പറയാം, ഐ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാൻ ഒരു കപ്പ് ചായ കുടിക്കും. ഐ വിൽ ഡ്രിങ്ക്. യെസ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം, വി ഷാൽ പ്ലേ ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക, ആ വെർബ് എഴുതുമ്പോൾ പ്രസന്റ് ടെൻസും ഉപയോഗിക്കുക. അതിനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എഴുതിക്കും. എസ് പ്ലസ് എഴുതിയ വിൽ ഓർ ഷാൽ. വില്ല് നിട്ടിട്ട് ഒരു സ്ലാഷ് ഇങ്ങനെ ഇടുക, എന്നിട്ട് ഷാൽ ഇടുക. വിൽ ഓർ ഷാൽ, വിൽ ഓർ ഷാൽ പ്ലസ് വി ബ്രാക്കറ്റിലെ പ്രസന്റ് ടെൻസ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ്, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞ്, അതും കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ദിവ്യ കേസ്. ഓക്കെ ദിവ്യ, ഒരു എക്സാമ്പിൾ പറഞ്ഞു, ദിവ്യയുടെ ഭാവനയിലുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഈ സിമ്പിൾ ഫ്യൂച്ചർ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചോട്ടെ, അത് നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷൻ ചോദിച്ചോ, സാറേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവും, സംശയം ചോദിച്ചോളണം. ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്ന സമയം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ അവസാന ഘട്ടങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ പിരിയേണ്ടി വരുമല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഇപ്പോൾ. ഓക്കെ, യെസ് ദിവ്യ കേസ് പറഞ്ഞോളൂ. ദിവ്യ പോയാ? എന്നാല് അഫ്ന ഷാഹിൻ പറഞ്ഞോളൂ. അഫ്ന ഒരു സിമ്പിൾ ഫ്യൂച്ചറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇഷ്ടമുള്ള പറഞ്ഞു. ഇവിടെ നമ്മൾ എഴുതിയ വാക്കൊന്നും എടുക്കട്ടെ, ഗോ ടേക്ക് കട്ടെന്ന് എടുക്കട്ടെ, വേറെ വാക്ക്. അഫ്ന ആഷ്ന പറയുന്നു ഐ വിൽ കോൾ യു. ഓ വെരി ഗുഡ് ആഷ്ന, കറക്റ്റ് കറക്റ്റ്. We will go to park. ഐ ഗോ ഒക്കെ മാറി, ഗോ ഒക്കെ ഇവിടെ എഴുതിയാക്കണില്ല, വേറെ വാക്ക് പിടിക്കുക. ഇഷ്ടംപോലെ വാക്ക് എടുക്കുകയല്ലേ, മാറ്റി പിടിക്കുക. അഫ്ന രാവിലെ വീട്ടിൽ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് പറഞ്ഞു, വൈകുന്നേരം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചത് പറഞ്ഞോ. I will took my pencil. ഐ വിൽ Took my pencil. ഓക്കെ 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 ഓക്കെ. ഐ വിൽ കുക്ക്. വില്ല് വന്ന് പിന്നെ കുക്ക്, പാകം ചെയ്യാതെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ മനസ്സിലായല്ലോ. സഹതോളം പറയുന്നു ഐ വിൽ ഡിക്രീസ് മൈ ലേസിനെസ്. ഞാൻ എന്റെ മടി അവസാനിപ്പിക്കും. ഓക്കെ, സഹതോളക്ക് മടിയുണ്ട്, എനിക്ക് തോന്നിയില്ലല്ലോ. അതിലൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരികയും അതിനോട് ഒരു റിയാക്ട് ചെയ്ത് ഗവിഡി പറയുന്നു. ഗവിഡി അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഐ വിൽ ലുക്ക്ഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയി പോയി, പ്രസന്റ് ടെൻസേ വരാം. ലുക്ക്, ഐ വിൽ ലുക്ക് കേട്ടോ. വില്ലോ ഷാലോ കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസേ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ 3 ടെൻസ് ആണ് പറഞ്ഞത്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ്. അവിടെയും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്, സാധാരണ സി ആണ് കറക്റ്റ്. സി പോലെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് വിതയ്ക്കുന്നു എന്ന് പറയൂലേ, ഈ ഗ്രെയിൻസ് ഒക്കെ വിതയ്ക്കൂലേ. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് 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 കറക്റ്റ്. ഓക്കെ, അത് കറക്റ്റ്. യെസ്, അത് SOW ആണ്. യെസ്,
അന്ന റോയ് പറയുന്നു ഐ വിൽ സ്റ്റഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. വെരി ഗുഡ് അന്ന. ഷൈബ പറയുന്നു ഐ വിൽ വാഷ് മൈ ക്ലോത്ത്സ് ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ ഷൈബ, ഡു ഇറ്റ്. അർച്ചന പറയുന്നു പോലെ വായിക്കാനുള്ള സമയം തന്നില്ലല്ലോ നിങ്ങളാരും. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ മനസ്സിലായല്ലോ, നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ അർത്ഥത്തിന്റെ വ്യത്യാസം കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം സിമ്പിൾ പ്രസന്റ് ഞാൻ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ഞാൻ പോയി, സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ പോകും. ആ വാക്ക് മാറ്റിയിട്ട് വേറെ വാക്ക് വെച്ചാൽ മതി. ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഭക്ഷണം കഴിക്കും. ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ പഠിച്ചു, ഞാൻ പഠിക്കും. ഇതാണ് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം. സൈഡിൽ എവിടെയൊക്കെ കുറിച്ചിട്ടോ ഗോ എന്ന് പറയുന്ന വാക്ക് വെച്ച് കഴിഞ്ഞാൽ മതി. സിമ്പിൾ പ്രസന്റിന് ഞാൻ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റിന് ഞാൻ പോയി, സിമ്പിൾ ഫ്യൂച്ചറിന് ഞാൻ പോകും. ഓക്കെ 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 ഓക്കെ. ഹിമാലാൽ, ഹിമാലാൽ, യെസ്, ഹിമാലാൽ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. അപ്ന പറയുന്നു ഐ വിൽ ബൈ ആൻ അംബ്രല്ല. കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ശ്രുതി, ശ്രുതി. ഓക്കെ. അപ്പൊ ശ്രുതി താഴെ നോക്കണ്ട, ഇങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കിയിട്ട് ആ മൂന്ന് ടെൻസ് ഒന്ന് പറഞ്ഞ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാന്റെ വെർബിന്റെ പ്രസന്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കണ്ടല്ലോ, പറയാൻ ബുദ്ധിമുട്ടുള്ള സംസാരിക്കുമല്ലേ. ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങള് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞേക്കാൻ മനസ്സിലാവും. മുബഷീർ, അത് മൂന്നൊന്ന് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിന്റെ കൂടെ പ്രസന്റ് ടെൻസിലായിരിക്കണം, വെർബ് പ്രസന്റ് ടെൻസ് ആയിരിക്കണം. പിന്നെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ പ്ലസ് വില്ലോ ഓർ ഷാൾ, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കണം. വെരി ഗുഡ് വെരി ഗുഡ് മുബഷീറ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് മൂന്നാണ് നിങ്ങൾ പഠിച്ചില്ല. സിമ്പിൾ ആ സിമ്പിൾ എന്നൊരു വാക്ക് മാത്രം ഓർത്താൽ മതി. പിന്നെ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്നാണ്. പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ. അപ്പൊ നമുക്ക് തന്നെ ഓർത്തിരിക്കാൻ പറ്റും പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ. അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ. ഇനി അതിന്റെ താഴെ എഴുതിക്കും. നാലാമത്തെ എഴുതിക്കും പ്രസന്റ് PRESENT, പ്രസന്റ് കണ്ടിന്യൂസ് CONTINUOUS, കണ്ടിന്യൂസ്. ഓക്കെ. അപ്പോ നമ്മളിവിടെ പറഞ്ഞു, ഇനി സ്വസ്ഥമായിട്ടിരിക്കട്ടെ, റിലാക്സ് ചെയ്തു. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോയ സംഭവമാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വരാൻ പോകുന്ന സംഭവമാണ്. അല്ലെ, പോകും എന്നൊക്കെ പറയുമ്പോൾ വരാൻ പോകുന്നതല്ലേ. ഓക്കെ. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ, ജനലിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സാവിത്രി അതിലെ കൂടി പോകുന്നുണ്ട്, അത് പ്രസന്റ് കണ്ടിന്യൂസ്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ അമ്മ ഇരുന്നും സീരിയല് കാണുന്നുണ്ട്, അത് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ പറയാം സാറ് ഞങ്ങളെ പഠിപ്പിച്ചു, അത് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ടെൻസ് ഉപയോഗിക്കേണ്ടത്, പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടത്. പഴയ കാലത്ത് നമ്മൾ ഇപ്പൊ നടന്നതാണ് എപ്പോ നടന്നതാണെന്ന് ഭാവിച്ചുള്ള ടെൻസ് ഒക്കെ തട്ടിയിട്ടൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ പ്രസന്റ് കണ്ടിന്യൂസ്. ഇന്നലെ നടന്നാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറയണം. നാളെ നടക്കാൻ പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴല്ല പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ നടക്കാൻ പോകുന്ന സംഭവമാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ പറയണം. എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. ആ ടെൻസിന് മാറാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറയാൻ വേണ്ടി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും.
ഞാൻ ശ്രീലക്ഷ്മിയോട് പറയുന്ന അഫ്നാമോളൊന്ന് വിളിച്ച്, അപ്പൊ ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു, അഫ്നാമോളെ വിളിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ ശ്രീലക്ഷ്മിയാണ് ആദ്യം വന്നത്. അപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിക്കട്ടെ, അഫ്ന എവിടെ? നീ അവിടെ വന്നോണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നോക്കുമ്പോ കാണാൻ അവിടെ നടന്നു വരുന്നുണ്ട്. അപ്പൊ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ, അപ്പൊ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് പറയുന്നത്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസിൽ എഴുതണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം ഇരിക്കും യെസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ റിയൽ സബ്ജക്ട് പ്ലസ് ഈസ് ഒരു വരവർക്ക്, അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ്, ആം, ആർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, മൂന്നും കൂടി ചേർത്തേക്കുന്നത്. ഈസ്, ആമ്, ആർ. ഈസ്, ആമ്, ആർ. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബ്. ആ വെർബിന് ടെൻസ് എഴുതണ്ട, വെർബ്, കാരണം അത് കഴിഞ്ഞ് വേറെ സംഗതി കൂടി വരും. അത് കഴിഞ്ഞതിന് ശേഷം ING. ഓക്കെ. അപ്പൊ ഇനി ഞാൻ കൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ആ വെർബിന്റെ ടെൻസ് ഇതിനു മുമ്പൊക്കെ ഞാൻ എഴുതിയിരുന്നു. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇതൊക്കെ പറഞ്ഞ് ടെൻസ് നമ്മൾ എഴുതിയിരുന്നു. അപ്പൊ റിഷ്വാന, ഇവിടെ ഞാൻ ടെൻസ് പറഞ്ഞിട്ടില്ല. എന്നാലും ടെൻസ് ഏതായിരിക്കും നമ്മളവിടെ വരിക? ടെൻസ് പറഞ്ഞിട്ടില്ല. പ്രസന്റ് കണ്ടിന്യൂസ്. നമ്മൾ ഒരു കാര്യം ആലോചിച്ചിരിക്കുക, ING എപ്പോഴും പ്രസന്റ് ടെൻസിനെ കൂടിയേ വരുള്ളൂ. ലുക്ക് എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ ING വരും. ലുക്കിംഗ് എന്ന് പറയും. ലുക്കിന്റെ പാസൻസ് എന്താണ്? ലുക്ക്. ഐ ആം ലുക്കിംഗ് എന്ന് പറയും. പറയുമ്പോ തന്നെ കാണാൻ എവിടെയോ ഒരു കല്ല് കടിക്കുന്നുണ്ട്, അല്ലേ? അപ്പോ നമുക്കറിയാം ഐ ആം ലുക്കിംഗ്, ദാറ്റ്സ് കറക്റ്റ്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം പ്രസന്റ് ടെൻസിനെ കൂടി ING വരും. വേറെ ഒരാളെ കൂടി ING കയറി പോകില്ല. ING വരുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ടെൻസിനെ കൂടി. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാതിരുന്നത്. ഇനി നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും മറന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ സൈഡിലോട്ട് മാറ്റി എഴുതിയിട്ടോ ING പ്രസന്റ് ടെൻസിന്റെ കൂടെ മാത്രമേ വരും. ഓക്കെ. അപ്പൊ സബ്ജക്ട് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ING ചേർക്കുന്നു. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഫോർ എക്സാമ്പിൾ, സബ്ജക്ട് പറയുന്നു. ഓക്കെ. മുബഷിറ, യു ആർ സൂപ്പർ. മുബഷിറ പറയുന്നു we are attending the English class. Very good, മുബഷിറ. യെസ്. ഓക്കെ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്. സബ്ജക്ട് പറഞ്ഞു. ഐയുടെ കൂടെ ഈസ് വരും, ആം വരും, ആറ് വരും. ഐയുടെ കൂടെ ആം വരും. പിന്നെ ഒരു വെർബും വേണം, പിന്നെ അതിന്റെ കൂടെ ING വേണം. I am go എന്നുള്ള ING. I am going പ്രസന്റ് കണ്ടിന്യൂസ് ആയി. I am going to market എന്നോ, I am going to ഓക്കെ. സഹദോണ പറയുന്നു they are singing a new song. ഷഹാന പറയുന്നു I am thinking the example. വെരി ഗുഡ്. I am cooking food. റിഷ്വാന പറയുന്നു I am preparing notes while Sar is taking the class. സൂപ്പർ. കിട്ടിയില്ലേ? അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അഫ്ന പറയുന്നു I am watching a new movie. ഇതിനൊക്കെ അത് നടക്കുന്നുണ്ട് അഫ്ന. ഓക്കെ. സഹദോണ. യെസ് സർ. ഒരു പ്രസന്റ് കണ്ടിന്യൂസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഷീ വെച്ചിട്ട് പറ. ഷീ വെച്ചിട്ടോ? ഷീ ഈസ്. അല്ല, ഷീ ഒരു മിനിറ്റ്. ഷീ കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ല, ഈസേ വരും. മൂന്ന് വെക്കരുത്, ഒരെണ്ണം ഈസ്. ഷീ ഈസ് കുക്കിംഗ്. ഓക്കെ. ഷീ ഈസ് കുക്കിംഗ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതൊന്നും വികസിപ്പിക്കാം. ഷീ ഈസ് കുക്കിംഗ് നൂഡിൽസ്. ഷീ ഈസ് കുക്കിംഗ് ചിക്കൻ ബിരിയാണി. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം. നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രം അറിഞ്ഞാൽ മതി ടെൻസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ്, അതിന്റെ കൂടെ ING. അടുത്ത ടെൻസിന്റെ പേരാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ ജീന, യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ ജീന. യെസ്. അടുത്തത് പാസ്റ്റ്, PAST, പാസ്റ്റ് കണ്ടിന്യൂസ്. CONTINUOUS, കണ്ടിന്യൂസ്. ഓക്കെ.
പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് നേരത്തെ നടന്നു കഴിഞ്ഞതല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും നടന്നു കഴിഞ്ഞാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ പോരെ? അതല്ല, നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, നേരത്തെ സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ പിടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ ജോഷ്നി അഫ്നയുടെ വീട്ടിൽ ചെല്ലുന്നു. എക്സാമ്പിൾ ആണ്. ജോഷ്നി അഫ്നയുടെ വീട്ടിൽ ചെല്ലുന്നു. ഇന്നലെയാണ് ചെന്നതെന്ന് വിചാരിക്കും. ഇന്നലെ ജോഷ്നി അഫ്നയുടെ വീട്ടിൽ ചെല്ലുമ്പോ അഫ്ന ഉറങ്ങിയാണ് കണ്ട നോക്കി. ഇന്നലെ ചെല്ലുമ്പോ ജോഷ്നി ചെല്ലുമ്പോ വേറൊരു കാര്യം അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലും പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പൊ നടക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നേരത്തെ നടന്നുകൊണ്ടിരുന്നത്, ഞാൻ അവിടെ ചെല്ലുമ്പോഴോ വേറെ എപ്പോഴെങ്കിലും നടന്നുകൊണ്ടിരുന്ന സംഭവം. ഇപ്പൊ തന്നെ വേറെ ഒരു കാര്യം പറയാം നമുക്ക്. ഇവിടെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും കേട്ടാ. ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറെ കാര്യം സംഭവിച്ചു കഴിഞ്ഞു പോയതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അപ്പൊ രണ്ടും മാറിപ്പോകില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാം ഒരു കാര്യം പറയില്ലേ, ഞാനും അവളും ഒരു സംഭവം കഴിഞ്ഞെന്ന് വിചാരിക്കും. ഒരു അപകടം കഴിഞ്ഞിട്ട് എത്തിയിരിക്കും. അപ്പൊ ശ്രീലക്ഷ്മി വീണ്ടും അത് പിറ്റേ ദിവസം ആ മക്കളോട് പറയും അമ്മയും ആ ചേച്ചിയും കൂടി വന്നുകൊണ്ട് ഒരു മാർക്കറ്റിൽ പോയി. ഞങ്ങൾ അങ്ങനെ ആ മാർക്കറ്റിന്റെ സൈഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. മാർക്കറ്റിൽ പോയി എന്നുള്ളതിന്റെ ഇടയ്ക്ക് പറയുന്നത് അവിടെ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നത്. ഓക്കെ, ഏത് സിറ്റുവേഷനിലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, എഴുതിക്കോളൂ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതിയത് എസ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ, WER വേർ. സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ, WER വേർ, പ്ലസ് വെർബ് വി പ്ലസ് ING. അപ്പൊ സബ്ജക്ട് എഴുതുക, വാസ് അല്ലെങ്കിൽ വേർ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, പിന്നെ വെർബ് എഴുതുക, അതിനുശേഷം ING ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആണത്? അത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. എവിടെയെങ്കിലും ഒക്കെ പരസ്യവാചകങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വെറുതെ ആലോചിക്കുക, ഇത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് ടെൻസിൽ വരും എന്ന്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴും ഒന്ന് നോക്കുക, ഇത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് വെറുതെ ഒന്ന് നോക്കുക. ഓക്കെ, സംശയം വരുമ്പോൾ ചോദിക്കുക. യെസ്, ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് എഴുതുന്നു. അതിൻ്റെ അകത്ത് സഹതമാണ്, ഇത് കറക്റ്റ് ആണ് ഈ സെന്റൻസ്. പക്ഷെ ഒരു ING വന്നിട്ടില്ല. സൈബർ കറക്റ്റ് ആണ്. I was studying yesterday. ഷീന വാസ് സിംഗിങ്. അഷ്ന കറക്റ്റ് ആണ്. നോക്കി, ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ് വന്നു. ഇനി വാസ് അല്ലെങ്കിൽ വേറെ വാസ് എടുത്തു. I was. ഗോ, ഓക്കെ സഹതമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഗോ എന്നുള്ളതിനെ കൂടി ഞാൻ ING ചെയ്തു. I was going to മൂന്നാർ. ഞാൻ മൂന്നാറിലേക്ക് പോവുകയായിരുന്നു. യെസ്, അതാണ് ആ സംഭവം. അപ്പൊ സബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ പറയുന്നു, പിന്നെ വെർബ് എഴുതുന്നു, അതിന്റെ കൂടെ ING ഉപയോഗിക്കുന്നു. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. യെസ്, ഗൗരിപ്രിയ. ഗൗരി, ഓക്കെ. അത് യെസ് എന്നുള്ള കേട്ടില്ല. ഒരു എക്സാമ്പിൾ സ്വന്തമായിട്ട് പറഞ്ഞ് വി വെച്ചിട്ട് പറ. വി സബ്ജക്റ്റ് വി വെച്ചിട്ട് പറ. Sir, when we go to bus stop. വി വെന്നൊക്കെ പോട്ടെ. വി സബ്ജക്റ്റ്, വി സബ്ജക്റ്റ്
പിന്നെ അപ്പൊ സബ്ജക്റ്റ് ആയി. ഇനി വാസ് അല്ലെങ്കിൽ വേർ, വിയുടെ കൂടെ എന്ത് വരും? We were. വി വേർ. ഞാൻ അമ്പലത്തിൽ പോവേണ്ടി പറഞ്ഞു. We were going temple. കറക്റ്റ് ആണ്. വി വേർ ഗോയിങ് ടു ടെമ്പിൾ. ഞങ്ങൾ അമ്പലത്തിൽ പോവുകയായിരുന്നു. സംഭവം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞതിൽ ഇപ്പൊ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയാന്ന് ചോദിച്ചാൽ വന്നേ ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ 16 ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരെയില്ല. ഓരോ ദിവസവും ഞാൻ ഓരോ പ്ലാനും പദ്ധതിയായിട്ട് വരും. പക്ഷെ സമയത്തിന്റെ കുറവ് മൂലം അവിടെ എത്താനും പറ്റില്ല. ഓക്കെ, ഇതെല്ലാം തീർക്കാം. ഓക്കെ, അപ്പൊ ഇത് പിടികിട്ടിയാലോ? യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് ആയി, പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ വി വേർ ഡിസ്കസിങ്. ഓക്കെ നിത്യ, കറക്റ്റ് ആണ്. വി വേർ ഡിസ്കസിങ്. ഓക്കെ, ഇനി അപ്പൊ 5 ഇനി 6ാമത്തെ എഴുതി, 6th വൺ. ഫ്യൂച്ചർ, FUTURE, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് നേരത്തെ എഴുതിയിട്ടുണ്ട്, നോക്കിയത്. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോ നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാം, നാളെ 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11:17 നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ പറയല, നാളെ ഈ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരിക്കും, നാളെ ഈ സമയത്ത് ഞാൻ ഒരുപക്ഷെ മാർക്കറ്റിലേക്ക് പോവുകയായിരിക്കണ്ട. ഇപ്പോഴല്ല, നാളെ ഈ സമയത്ത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നാളെ ഞാൻ പോവുകയായിരിക്കും, നാളെ അല്ല മറ്റൊന്ന് അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന, സ്ഥിരമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു. നാളെ 11:18 ഞാൻ എന്ത് ചെയ്യുകയായിരിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാം. യെസ്, അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ പറയുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, ആദ്യം നമ്മൾ സബ്ജക്ട് എഴുതണം. എഴുതുക എസ് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ല് സ്ലാഷ് ഇട, ഷാൽ, വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ബി, ബി. അത് കഴിഞ്ഞതിന് ശേഷം വി, വെർബ് വി. അത് കഴിഞ്ഞതിന് ശേഷം ING. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. ഞാൻ എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് വന്നു, വില്ല് അല്ലെങ്കിൽ ഷാലിലെ വില്ല് എടുത്തു, പിന്നെ ബി, ഐ വിൽ ബി, പിന്നെ ഗോ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ ഒരു ING കൂടി ചേർത്തു. ഐ വിൽ ബി ഗോയിങ് മൂന്നാർ ടുമാറോ. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഇന്നലെ പോവുകയായിരിക്കും എന്ന് പറയരുത്, അത് തെറ്റാണ്. ഭാവിയിൽ നടക്കുന്ന സംഭവത്തിന് മാത്രമേ ഇത് പറയാവൂ. അപ്പൊ ടുമാറോ എന്ന് പറയണം. യെസ്, അപ്പോ ഐ വിൽ ബി ഗോയിങ് ടു മൂന്നാർ ടുമാറോ. നാളെ ഞാൻ ഈ സമയത്ത് മൂന്നാറിലേക്ക് പോവുകയായിരിക്കും. അല്ലെങ്കിൽ ഐ വിൽ ബി വർക്കിംഗ് ഇൻ എ നഴ്സറി ടീച്ചർ. ഐ വിൽ ബി വർക്കിംഗ് ഇൻ എ നഴ്സറി സ്കൂൾ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഞാൻ ഒരു നഴ്സറി ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരിക്കും. സന്തോഷമായില്ലേ? ഐ വിൽ ബി മേക്കിംഗ് ബിരിയാണി ടുമാറോ. നിശ്ചയം പറയുന്നു ഐ വിൽ ബി മേക്കിംഗ് ബിരിയാണി ടുമാറോ. നാളെ ഈ നേരത്ത് നിത്യ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കും അതുപോലെ എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാൽ വേണം, ബി വേണം, വെർബ് വേണം, വെർബിന്റെ കൂടെ ING വേണം. ആർക്കെങ്കിലും സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ്. അപ്പോ സഹോദരൻ പറയുന്നു ഐ വിൽ ബി ലേണിംഗ് ടു ജിഷ ടീച്ചേഴ്സ് ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജിഷ ടീച്ചറിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും.
ഓക്കെ, ഗൗരി നല്ല എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിൽ ബി പ്ലേയിങ് അറ്റ് ടുഡേ അറ്റ് 2 PM. വെരി ഗുഡ്. റിസ്വാന പറയുന്നു ഐ വിൽ ബി ഗോയിങ് ടു ആലുവ മണപ്പുറം നെക്സ്റ്റ് വീക്ക്. അന്ന റോയ് പറയുന്നു വി വിൽ ബി ഡൂയിങ് ദ ഹോംവർക്ക് ടുമാറോ. കറക്റ്റ് ആണ്. പിടികിട്ടിയല്ലോ. യെസ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഗോ എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് സിമ്പിൾ പ്രസന്റിനും സിമ്പിൾ പാസ്റ്റിനും സിമ്പിൾ ഫ്യൂച്ചറിനും അർത്ഥം പറഞ്ഞു. പോകാറുണ്ട്, പോയി, പോകും. അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസിനും ഫാസ്റ്റ് കണ്ടിന്യൂസിനും ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ അർത്ഥം പറയാം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ അർത്ഥം ഞാൻ പോവുകയാകുന്നു. പ്രസന്റ് കണ്ടിന്യൂസിന്റെ അർത്ഥം ഞാൻ പോവുകയാകുന്നു. മാറിപ്പോവരുത്, ആകുന്നു തന്നെ വേണ്ട കേട്ടോ. പോവുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ അർത്ഥം ഞാൻ പോവുകയായിരുന്നു. നല്ല വ്യത്യാസം. ഒന്ന് ആകുന്നു, ഇത് ആയിരുന്നു. ഞാൻ പോവുകയായിരുന്നു. അതിന് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഞാൻ പോവുക ആയിരിക്കും. ഞാൻ പോവുകയായിരിക്കും. ഇതാണ് എന്റെ അർത്ഥം ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ. അപ്പൊ ആ പോവുക എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ മാറ്റിയിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യുകയായിരിക്കും. ഐ എന്നുള്ളത് മാറ്റിയിട്ട് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യായിരിക്കും. അത് മാറ്റിയാൽ മതി. അങ്ങനെ കിടക്കും. ആ ഒരു അർത്ഥം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് 6 ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനിയുമുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് ഒക്കെ കൂടി ഒരു ഒറ്റ ഡിഗ്രി പഠിക്കണം നമുക്ക്. ഇത് ഒരു 6 പഠിച്ചേക്കാം. ഈ രണ്ടാമത്തെ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. ആദ്യത്തേല് സിമ്പിൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതിന്റെ കൂടെ എല്ലാത്തിനും കൂടെ കണ്ടിന്യൂസ് എടുത്താൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, വെരി ഗുഡ്. ഈ 6 ആ ബുക്കിലേക്ക് നോക്കാതെ ഇങ്ങോട്ട് നോക്കിയിട്ട് ആർക്ക് അതിന്റെ സ്ട്രക്ചർ പറയാൻ പറ്റും. ഇങ്ങനെ പറയാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ഇൻജി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഇൻജി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഇൻജി. കണ്ട, നമ്മള് ഇന്നിപ്പോ വന്നപ്പോ ആദ്യം പഠിച്ച ഈ സാമാറക്കിന്റെ അത് വന്നേക്കണുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ കൂട്ടത്തില് അതിന്റെ മുകളിലുള്ള 3 കൂടി പുറത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ ഒരുമിച്ച് അങ്ങോട്ട് പോകലാന്ന് ചോദിച്ചല്ലേ. ഈ സാമാറ് പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചേക്കുന്നുണ്ട്. എവിടേക്കാണ് പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുന്നത് എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതിന്റെ കൂടെ ആ ഒരു ടെൻസിന്റെ കംപ്ലീറ്റ് അങ്ങോട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ സാമാറൊക്കെ പ്രൈമറി വെർബാണ് നമ്മൾ രാവിലെ നിന്ന് നോക്കിയതാണ്. യെസ്. ആർക്ക് പറയാം? ധൈര്യസമേതം കടന്നു വരൂ. ഞാൻ പറഞ്ഞോട്ടെ. വെരി ഗുഡ് അന്നറോയ്. ആദ്യമേ തന്നെ ഞാൻ അന്നറോയെ പറയാൻ കാണിച്ച ധൈര്യത്തിന് ഓക്കെ, പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് വെർബിന്റെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. പിന്നെ സിമ്പിൾ ഫ്യൂച്ചറിലെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സബ്ജക്റ്റ് പ്ലസ് വെർബ് വില്ല് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. വില്ലോർ ഷാലോ വെർബിന്റെ പ്രസന്റ് ടെൻസും. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്. അതെ, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസാർ ആം പ്ലസ് വെർബിന്റെ ഈസാർ ആം പ്ലസ് വെർബ് പ്ലസ് ING ഫോം. വെർബിന്റെ പ്രസന്റ് ടെൻസ് പ്ലസ് ING ഫോം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബിന്റെ ING ഫോം. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാല് പ്ലസ്
വെർബിന്റെ വെർബ് പ്ലസ് ING ഫോം. ഇല്ല, വില്ലോ ഷാലിന്റെ ഒരു വാക്കും കൂടി പോയിട്ടുണ്ട്, ഒരു വാക്ക് കൂടി ഉണ്ട്. വില്ലോർ ഷാലെ പ്ലസ് ബി പ്ലസ് വെർബിന്റെ ING ഫോം. വെരി ഗുഡ് എല്ലാവരും, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദേ മുബഷീറയുടെ അഭിനന്ദനം വരുന്നുണ്ട്, ഗൗരി വരുന്നുണ്ട്, ജീന വരുന്നുണ്ട്, പൂക്കളും ഓക്കെ, താങ്ക് യു. ഒക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കണത്, കാരണം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോൾ അടുത്ത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ വേറെ രീതിയിലാണ്. ഓക്കെ, ഇതെല്ലാവരും കൂടി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല. ഒരു 6 നിങ്ങൾക്ക് മനസ്സിൽ വെക്കാമല്ലോ. യെസ്, ഒരു 6 വെക്കുക. ഏതൊക്കെ സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അന്ന റോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വരാവുന്ന അന്ന റോയി തുടങ്ങി വെച്ചു. സർ ഓക്കെ, വെരി ഗുഡ്. കടമത്ത് ഞാൻ പ്രതീക്ഷിച്ചു വരുമെന്ന്. ഓക്കെ, നമ്മള് ഇന്ന് സെന്റൻസിന്റെ 6 ടെൻസ് ഫോംസ് ആണ് പഠിച്ചത്. അതില് ആദ്യം പഠിച്ചത് സിമ്പിൾ ഫോംസ് ആണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതില് സിമ്പിൾ പ്രസന്റ് എഴുതുന്ന രീതി അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് സ്വതവേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, അത് നമ്മൾ V1 എന്ന് കൂടെ പറയും. സബ്ജക്റ്റ് പ്ലസ് V1, അങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ എഴുതുക. പിന്നെ സിമ്പിൾ പാസ്റ്റ്, അത് തൊട്ട് മുന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അത് എഴുതുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, അതായത് V2 എന്ന് നമ്മൾ പറയും. സബ്ജക്റ്റ് പ്ലസ് V2. പിന്നെ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ, അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ വില്ല് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ I go to school എന്ന് വരും. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ I went to school എന്നാവും. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ I will go to school എന്നാവും. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇനി അടുത്തത് 3 കണ്ടിന്യൂസ്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. അത് ആദ്യത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്, മൂന്നാമത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എഴുതുന്ന രീതി സബ്ജക്റ്റ് പ്ലസ് അതിന്റെ കൂടെ ഈസ്, ആം ഓർ ആർ, ഇതിൽ ഏതെങ്കിലും, അത് സബ്ജക്റ്റിനനുസരിച്ചിട്ട് മാറി മാറി വരും. പ്ലസ് V1, അതായത് വെർബിന്റെ പ്രസന്റ് ടെൻസ് പ്ലസ് ING. ഈ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന സെന്റൻസിൽ എപ്പോഴും വെർബ് ING ഫോമിലായിരിക്കും. അപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I am going to school. അവിടെ I സബ്ജക്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ആം കൂടെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് വന്നത്. അപ്പൊ I am going to school. അത് ഹി ആണെങ്കിൽ he is going to school എന്നാവും. മീനിങ് രണ്ടും ഒന്നാണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് കഴിഞ്ഞ ഒരു സംഭവം, സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവം, അതായത് ഇന്നലെയോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസങ്ങളിലായിട്ട് സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അത് എഴുതുന്ന രീതി സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ. അതും ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് മാറും. വാസ് ഓർ വെർ പ്ലസ് വെർബ് അതിന്റെ ING കൂടെ ഉപയോഗിക്കും. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ I was going to school എന്നാവും, അല്ലെങ്കിൽ he was going to school, അല്ലെങ്കിൽ they were going to school. ആ രീതിയിൽ അത് മാറും. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ ആവും അതിന്റെ മീനിങ്. ഇനി നെക്സ്റ്റ് അവസാനം പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അത് ഭാവിയിൽ, നാളെയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. അത് എഴുതുന്ന രീതി സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ്
ബി പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ വെർബ് പ്ലസ് ing. ഓക്കെ ഓക്കെ അപ്പൊ ആ സെന്റൻസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ടു സ്കൂൾ എന്നാ, അല്ലെങ്കിൽ വി വിൽ ബി ഗോയിങ് ടു സ്കൂൾ. അതായത് ടുമോറോ, ഐ വിൽ ബി ഗോയിങ് ടു സ്കൂൾ ടുമോറോ, ഞാൻ നാളെ ഈ സമയത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാവും എന്നായിട്ട് മാറും. നജില കടവത്ത് നന്നായിട്ടുണ്ട്. ഭാവിയിലെ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചർ ആവാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. എവിടെയാണ് നാട്? കണ്ണൂര്. കണ്ണൂര്. അപ്പോ കുറച്ചേരം കഴിയുമ്പോ ഗ്രാമർ ക്ലാസ്സുകൾ എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു ബോർഡ് അങ്ങോട്ട് വീടിന് മുമ്പിൽ വെച്ചോ, കുട്ടികൾ വന്നിരിക്കും. നജില പറയുന്നതാണ് നജിലയുടെ ഫീസ്. കാരണം ഇത് അങ്ങനെ സ്കൂളിൽ കറക്റ്റ് ആയിട്ടൊന്നും പഠിപ്പിക്കില്ലേ. പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യമില്ല. ഈ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഇത് നന്നായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നഴ്സറി ടീച്ചറോ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാല് 10-30 പിള്ളേരുണ്ടെങ്കിൽ 30,500 എത്രയാണ്? കുഴപ്പമില്ല, പെട്രോൾ അടിക്കാനുള്ള പൈസയെ അങ്ങനെയല്ലേ. ഓക്കെ, നജില വളരെ നന്നായിട്ടുണ്ട് ഇംഗ്ലീഷ്. ഓക്കെ, നമ്മൾ അതിനകത്തോട്ട് ആഴത്തിലിറങ്ങുക. ആഴത്തിലിറങ്ങുക. അപ്പൊ നമുക്കത് പിന്നെ നമുക്ക് ഇഷ്ടമാവും ഗ്രാമർ. അങ്ങനെ ഇറങ്ങണം. നമ്മള് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ടെൻസ് നമ്മുടെ കയ്യിൽ വന്നാൽ പിന്നെ ഗ്രാമർ നമുക്കൊരു വിഷയമാണ്. ഇപ്പൊ ഞാൻ ഓരോ ടെൻസും പറഞ്ഞപ്പോഴും അതിന്റെ പോസിറ്റീവ് സെന്റൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇനി ഇതിന്റെ നെഗറ്റീവ് വേണമെങ്കിൽ നമുക്ക് പറയാം, പിന്നെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും പറയാം. അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഒക്കെ കൂടി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും പറയാതെ പോസിറ്റീവ് ടൈപ്പ്. ഞാൻ പറഞ്ഞില്ലേ, അവൾ പോവുകയായിരിക്കും, അല്ലെങ്കിൽ അത് പോവുകയായിരിക്കില്ല എന്നാക്കാം. ഇപ്പൊ ഹീ വെന്റ്, അവൻ പോയി എന്ന് പറയും, പോയിട്ടില്ല എന്നാക്കാം. അങ്ങനെ ആക്കാം, നെഗറ്റീവ് ആക്കാം. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞാല് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഒരു ബേസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. ഞാൻ വന്നത് നിങ്ങളോട് കുറെ പ്രോവർബ് മോഡലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു വിചാരിച്ചിട്ടാണ്. അപ്പൊ 11:15 ആകുമ്പോഴേക്കും നിർത്തുക. ബാക്കി അപ്പൊ 12:15 ആകുമ്പോഴേക്കും പാസ്റ്റ് കണ്ടിന്യൂസ് വരെ ആയിട്ടുള്ളൂ. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് അത് പിന്നെ അത് ഒരു ഫ്ലോ പോകും. അപ്പൊ അതുവരെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പിന്നെ മാറ്റി വെച്ചത്. ഓക്കെ, ഇത് അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി. പിന്നെ ബാക്കി നമുക്ക് എടുക്കാം. We will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.